ഇതുപോലത്തെ ഹൈലൈറ്റ് മാർക്കിങ് വളരെ സിമ്പിളായിട്ട് CapCut ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഏത് ഭാഗത്താണോ ചെയ്യേണ്ടത് ആ ഭാഗം എടുക്കുക. ഇവിടെ ഞാനൊരു ഫോട്ടോ ആണ് എടുത്തുള്ളത്. ഇതിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് എഴുതിയിട്ടുള്ളത് കാണാം. അതിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഷേപ്സിൽ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ടൈം ലൈനിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ കളർ യെല്ലോയിലേക്ക് മാറ്റാം. ഇനി റെഡ് ഹൈലൈറ്റർ ആണെങ്കിൽ അത് ചെയ്യാം. നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്തിനനുസരിച്ച് നമ്മുടെ ഷേപ്പിനെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഷേപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് കോമ്പൗണ്ട് ക്ലിപ്പ് ഓർ Alt G പ്രസ് ചെയ്യുക. ഒപ്പാസിറ്റിയുടെ നേരെ മുകളിൽ കാണുന്ന മോഡ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ നോർമലിൽ നിന്ന് അതിനെ ലീനിയർ ബേൺ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിനൊരു ആനിമേഷൻ കൊടുക്കണം. അതിനായിട്ട് മാസ്കിൽ പോയിട്ട് സ്പ്ലിറ്റ് എന്നുള്ള മാസ്ക് സെലക്ട് ചെയ്യുക. നമ്മുടെ ഹൈലൈറ്റ് മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റിൽ വെച്ചുകൊണ്ട് ഒരു കീ ഫ്രെയിം കൊടുക്കുക. രണ്ടാമത്തെ കീ ഫ്രെയിം എവിടെയാണ് നമ്മുടെ ഹൈലൈറ്റ് മാർക്കിംഗ് എൻഡ് ചെയ്യുന്നത് അവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ആനിമേഷൻ കിട്ടും. ഇനി നമ്മുടെ ഈ ആനിമേഷനെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രിസെറ്റ് കർവ്സിൽ പോയിട്ട് നമുക്കൊരു സ്പീഡ് ആനിമേഷൻ കൊടുക്കാം. കീ ഫ്രെയിം സെലക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സ്പീഡ് ആനിമേഷൻ കൊടുക്കാൻ. ഇനി ഇതിനൊരു സൗണ്ട് എഫക്ട്സ് കൂടെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓഡിയോയിൽ പോവുക, സൗണ്ട് എഫക്ട്സ് സെലക്ട് ചെയ്യുക. അതിൽ ചോക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോക്ക് കൊണ്ട് എഴുതുന്നതിൻ്റെ ആ ഒരു സൗണ്ട് കിട്ടും. കറക്റ്റായിട്ട് എവിടെയാണ് നമ്മുടെ ആനിമേഷൻ വരുന്നത് അവിടെ തന്നെ വെച്ച് കൊടുക്കുക. നമ്മുടെ വീഡിയോ റെഡി.